വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കറണ്ട് റേഷ്യോ റിലേറ്റ് ചെയ്തിട്ട് എക്സാമിന് മുൻപേ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൻ്റെ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് റേഷ്യോ റിലേറ്റ് ചെയ്ത പാർട്ടിൻ്റെ ഡിസ്കഷനും ആണ്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 സ്ക്രീനിൽ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നിക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് റേഷ്യോ ഗിവൺ ആണ്, ലിക്വിഡ് റേഷ്യോ ഗിവൺ ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഗിവൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ലിക്വിഡ് അസറ്റ് ആൻഡ് സ്റ്റോക്ക്. ഓക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കറണ്ട് റേഷ്യോയും വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ട് ഇത് രണ്ട് കണ്ടുപിടിക്കാനാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോളാം, സിമ്പിളാണ് ബട്ട് ശ്രദ്ധിക്കാം. Current ratio is equal to current asset divided by current liability. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിന് ഞാൻ ഇനി നമ്പേഴ്സ് കൊടുക്കുവാണേ. സോ ദിസ് ഇസ് ഗിവൺ 2.5 is equal to current asset divided by current liability. ഇനി current liability ഇങ്ങോട്ട് കൊണ്ടുപോവാണേ. 2.5 current liability is equal to current asset. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, കറണ്ട് അസറ്റ് ഞാൻ തിരിച്ചെഴുതുവാണ്. ഞാൻ ഫുള്ളാക്കിയിട്ട് എഴുതാം. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2.5 കറണ്ട് ലയബിലിറ്റി. ഇതൊരു ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ അവിടെ വെച്ചു. ഇനി എനിക്ക് ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റൽ 60,000 തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റലായി. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാ? 60,000. കറണ്ട് അസറ്റ് എത്രയാ? കറണ്ട് അസറ്റ് ഇതാ 2.5 കറണ്ട് ലയബിലിറ്റി. ഓക്കെ, മൈനസ് കറണ്ട് ലയബിലിറ്റി. ഞാൻ ഈ കറണ്ട് അസറ്റിന് പകരം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ആ കറണ്ട് അസറ്റ് ഇങ്ങോട്ട് ഇട്ടു, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഇവിടെ നമുക്ക് ഈ ഒരു കറണ്ട് അസറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത്തിരി പ്രശ്നമല്ലേ. സോ നിങ്ങളിവിടെ അസ്യൂം ദാറ്റ് അല്ലെങ്കിൽ പുട്ട് ദാറ്റ് കറണ്ട് ലയബിലിറ്റി നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ 2.5 ഒരു നിർബന്ധവും ഇല്ല. അവിടെ കറണ്ട് ലയബിലിറ്റി ഇട്ട് ചെയ്താൽ എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ എക്സ് ആക്കുമ്പോൾ ഇവിടെയും എക്സ് വരും, ഇവിടെയും എക്സ് വരും. ഓക്കെ, വേണ്ട, അതിന് കൺഫ്യൂഷനൊന്നും പോകണ്ട. നമുക്കിങ്ങനെ തന്നെ എഴുതിയിട്ട് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, എക്സ് ഇല്ലേ, നമ്മൾ ഇതുപോലെ ചെയ്യാം. ചില ടെക്സ്റ്റിൽ ഞാൻ എക്സ് എന്നൊക്കെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. എനിവേ, നിങ്ങൾക്ക് ഇതെല്ലാം വലിയ പ്രശ്നമല്ല. എക്സ് ഇല്ല, വൈ ഇല്ല അല്ലേ. സോ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണേ. 2.5 മൈനസ് ഇവിടെ ഒരു 1 ഉണ്ടാവുമല്ലോ അല്ലേ, 1. അപ്പോൾ ഇവിടെ കിട്ടും 1.5 കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റിനെ ഇവിടെ വെക്കുക. 60,000 ഇവിടെ ഉണ്ട്. ഇൻറ്റു ഇവിടെ തിരിച്ച് താഴോട്ടേക്ക് വരുമ്പം ഡിവിഷൻ ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 40,000 കിട്ടും. ആ 40,000 ആണ് നമ്മുടെ ആരടോ കറണ്ട് ലയബിലിറ്റി. കിട്ടിയില്ലേ? സംഭവം ഈസി അല്ലേ? ഇതിൽ ഇതേ വഴി തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബട്ട് അവർ ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ. ബട്ട് ഞാൻ അതിൻ്റെ ആ ഒരു വേ പറഞ്ഞു തന്നെന്ന് മാത്രം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അസറ്റ് വേണം. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്ന് ഇത് 2.5 കറണ്ട് ലയബിലിറ്റി. അപ്പോൾ 2.5 ഇൻറ്റു 40,000 ഇത് ചെയ്യാം. അല്ലെങ്കിലോ ഇതാ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ 60,000 അല്ലേ. കറണ്ട് അസറ്റ് നമുക്ക് അറിഞ്ഞൂടാ. മൈനസ് കറണ്ട് ലയബിലിറ്റി 40,000. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 2 ചെയ്താലും ആൻസർ 1,00,000 കിട്ടുക. ഏത് ഇക്വേഷൻ വേണ്ടിക്കലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റും കിട്ടി, കറണ്ട് ലയബിലിറ്റിയും കിട്ടി. അപ്പോൾ നമ്മൾ ഇതും കണ്ടുപിടിച്ചു. ഓക്കെ, സ്വതവേ എക്സാമിന് ഇത്രയാണ് ചോദിച്ചു കണ്ടത്, 3 മാർക്സ്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ ലിക്വിഡ് റേഷ്യോ ഇസ് ഗിവൺ. ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡ് അസറ്റും സ്റ്റോക്കും സിമ്പിൾ അല്ലേ? ലിക്വിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതിക്കോ. ഫുള്ളായിട്ട് എഴുതണേ, ഒരിക്കലും എല്ലാവരും ഒന്നും എഴുതിയ എക്സാമിന് മാർക്ക് കിട്ടൂല. ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ബാങ്ക് ഓടി ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കറണ്ട് ലയബിലിറ്റി എടുത്തു. ഐ എം പ്ലേസിങ് ഇറ്റ്. ദിസ് ഇസ് 1.1. ക്വിക്ക് അസറ്റ് എനിക്ക് അറിഞ്ഞൂടാ, കറണ്ട് ലയബിലിറ്റി എനിക്കറിയാം, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. ഇനിയോ ഇത് ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും.
ഇസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ്. അപ്പോൾ ക്വിക്ക് അസറ്റ് എത്രയാണ്? ക്വിക്ക് അസറ്റ് 60,000 കിട്ടും. അപ്പോൾ ലിക്വിഡ് അസറ്റ് നമുക്ക് കിട്ടി. ലിക്വിഡ് അസറ്റിൻ്റെ വേറെ പേര് ക്വിക്ക് അസറ്റ്. സോ ഇതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റോക്ക് എന്ന് പറയുമ്പം ശ്രദ്ധിച്ചോളെ, സ്റ്റോക്ക് എന്ന് പറയുന്ന സംഭവം വരുന്നത് ക്വിക്ക് അസറ്റിലാണ്. ക്വിക്ക് അസറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. ഇവിടെ പ്രീപെയ്ഡ് ഒന്നുമില്ല, ഇവിടെ പ്രീപെയ്ഡ് ഇല്ല, പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ്. നമുക്കിത് പ്ലേസ് ചെയ്ത് നോക്കാമല്ലോ. ക്വിക്ക് അസറ്റ് 60,000 ആണ്, കറണ്ട് അസറ്റ് 1 lakh ആണ്, മൈനസ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയോ ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പം ഇത് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസും പ്ലസ് എല്ലാം പ്രശ്നമല്ല. ഇത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് വരുമ്പം മൈനസ് ആവും. ഹിയർ ഇറ്റ് ഇസ് മൈനസ് സ്റ്റോക്ക്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -40,000 കിട്ടും. ഈസ് ഈക്വൽ ടു മൈനസ് സ്റ്റോക്ക് എന്ന് കിട്ടും. ഓക്കെ. സോ 40,000 ഈസ് ഈക്വൽ ടു സ്റ്റോക്ക്. മൈനസും വെട്ടി. ഓക്കെ. ഞാനിതിവിടെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം. സോ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്കാണ്. അധികത്തിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നു. സോ ദിസ് വിൽ ബി നെഗറ്റീവ്, ദിസ് ഇസ് ഓൾസോ നെഗറ്റീവ്. 2 നെഗറ്റീവും പോയി. സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 40,000. സി നിങ്ങളുടെ ആൻസറിലും ഇവിടെ അങ്ങനെ തന്നെ കാണാം. കണ്ടല്ലോ സൊല്യൂഷൻ. ഓക്കെ. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് വന്നതെന്നൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. സ്ക്രീനിലൊരു പ്രോബ്ലം കാണാം. BCom 2018 ചോദിച്ച പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ് വെൻ കറണ്ട് റേഷ്യോ ഇസ് 2.6:1 ആൻഡ് കറണ്ട് ലാബിലിറ്റി 40,000. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് റേഷ്യോ ഇസ് ഗിവൺ 2.6:1 ആൻഡ് കറണ്ട് ലാബിലിറ്റി 40,000. കറണ്ട് അസറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. പ്ലേസ് ചെയ്യുക. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. 2.6 ഇൻറ്റു 40,000 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാ? 1,04,000. ഒന്ന് ചെയ്ത് നോക്കിക്കോളാം, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ. 1,04,000. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ക്ലാരിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മതി കേട്ടോ. ക്വിക്ക് റേഷ്യോ, ഫൈൻഡ് ദ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 1,20,000, കറണ്ട് ലാബിലിറ്റി 80,000 ആൻഡ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. ഇൻവെൻട്രി സ്റ്റോക്ക് 40,000. ക്വിക്ക് റേഷ്യോ കണ്ടോ? വെരി സിമ്പിൾ. കറണ്ട് ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. Quick asset is equal to current asset minus stock. Current asset is equal to 1,20,000 minus stock inventory is equal to 80,000. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ക്വിക്ക് അസറ്റ് 80,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി 80,000. ആൻസർ ഇസ് 1:1. ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ എഴുതാൻ മറന്ന് അല്ല, നേരത്തെ പക്ഷേ സ്റ്റോക്കല്ല. ഇങ്ങനെയുള്ള റേഷ്യോസ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ഇൻ്റർപ്രിട്ടേഷനും കൂടെ വെക്കുക. ഇത് ഐഡിയൽ റേഷ്യോ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. ഇനി ബാക്കി ഞാൻ നെക്സ്റ്റ് അതിൽ മൂന്നാമത്തേത് നമ്മൾ എടുത്തില്ല. അതെടുക്കുമ്പോൾ ആ ഒരു പാർട്ടിൽ നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി പാർട്ട് ഇതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും.